ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഫ്രൂട്ട് ബേ ബെറിയപ്പ് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നല്ല ടേസ്റ്റാണ്, നല്ല ഹെൽത്തി ആണെന്ന് തന്നെ പറയാം. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപാട് ഇഷ്ടമാവും. ഇത് ഒരെണ്ണം കഴിച്ചാൽ മതി, വയറ് ഫുള്ളാവും. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഓട്സ് വറുത്തെടുക്കാം. ഞാനിപ്പോൾ അരക്കപ്പോളം ഓട്സ് എടുത്തിട്ടുണ്ട്. അരക്കപ്പ് ഓട്സ് വെച്ചിട്ട് നമുക്ക് 3 പേർക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. പാൻ ചൂടായി വരുമ്പോൾ നമുക്ക് ഓട്സ് ചേർത്ത് കൊടുക്കാം. മീഡിയം തീയിലിട്ടിട്ട് 2 മിനിറ്റ് ഒന്ന് വറുത്തെടുക്കാം. 2 മിനിറ്റ് ആകുമ്പോൾ തീ ഓഫ് ചെയ്യാം കേട്ടോ. നമ്മൾ ഈ ഓട്സ് വേവിച്ചൊന്നും എടുക്കുന്നില്ല. അപ്പോൾ ആ പച്ചമണമൊക്കെ മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വറുത്തെടുക്കുന്നത്. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, തീ ഓഫ് ചെയ്യുക. ഇനി നമുക്ക് ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത് കോൺഫ്ലെക്സ് ആണ്. അരക്കപ്പോളം കോൺഫ്ലെക്സും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യമുള്ളത് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ഡ്രൈ ഫ്രൂട്ട്സ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അണ്ടിപ്പരിപ്പും ബദാമും മുന്തിരിങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ബദാമൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങളുടെ കയ്യിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എടുത്താൽ മതി. ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം. കറുത്ത മുന്തിരിങ്ങ എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഞാൻ കൂടുതൽ എടുത്ത് വെച്ചിട്ടുള്ളതാണ്, ഇത്രയൊന്നും ആവശ്യം വരില്ല കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഫ്രൂട്ട്സ് ആണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് അരിഞ്ഞെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന എല്ലാം എടുക്കണമെന്നൊന്നുമില്ല. ഞാനിപ്പോൾ സ്ട്രോബെറിയും രസകദളി പഴവും ആപ്പിളും ആണ് എടുത്തിരിക്കുന്നത്. ആപ്പിൾ ചുവന്ന കളർ പോലെ തോന്നുന്നത് ചീത്ത ആയതൊന്നും അല്ല കേട്ടോ. പുതിയ തരം ഒരു ആപ്പിളാണ്, കിസബെൽ ആപ്പിൾ. ഇത് പുറത്ത് മഞ്ഞ കളറാണ്, അകത്ത് ഇതുപോലെ റെഡ് കളറും ആണ്. കുരു ഇല്ലാത്ത മുന്തിരിങ്ങയെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അരിഞ്ഞെടുക്കുമ്പോൾ എല്ലാം ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കുക കേട്ടോ. അപ്പോഴാണ് കഴിക്കുമ്പോഴും ടേസ്റ്റ്. ഇത്രയും ഫ്രൂട്ട്സ് ഒന്നും ആവശ്യം വരില്ല, കുറച്ചേ വേണ്ടി വരുള്ളൂ. ഞാൻ അരിഞ്ഞെടുത്തപ്പോൾ കുറച്ച് കൂടുതൽ അരിഞ്ഞെടുത്തതേ ഉള്ളൂ. ഇനി നമുക്ക് ഫ്രൂട്ട് യോഗർട്ട് തയ്യാറാക്കി എടുക്കണം. ഇപ്പം നമ്മുടെ നാട്ടിലും ഫ്രൂട്ട് യോഗർട്ടൊക്കെ വാങ്ങാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ അതെടുത്താലും മതി കേട്ടോ. സ്ട്രോബെറിയുടെ ഫ്ലേവർ ഉള്ളതോ ബ്ലൂബെറിയുടെ ഫ്ലേവർ ഉള്ളതോ വാങ്ങാം. ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ യോഗർട്ട് വാങ്ങാം. പുളിയില്ലാത്ത തൈരാണ്. ഞാനിപ്പോൾ 1 കപ്പ് യോഗർട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് സ്ട്രോബെറിയുടെ ജാം അല്ലെങ്കിൽ ബ്ലൂബെറിയുടെ ജാം ഉണ്ടെങ്കിൽ അത് ചേർക്കാം. അല്ലെങ്കിൽ ഫ്രൂട്ട് ക്രഷ് വാങ്ങാൻ കിട്ടും, അത് ചേർത്താലും മതി. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ബ്ലൂബെറി അല്ലെങ്കിൽ സ്ട്രോബെറി ഉണ്ടെങ്കിൽ അത് മിക്സിയിൽ പഞ്ചസാരയും കൂടെ ചേർത്ത് അരച്ചെടുത്തതിന് ശേഷം ചേർത്താൽ മതി കേട്ടോ. ഇതിൽ 3-ൽ ഏതെങ്കിലും ചെയ്താൽ മതി. അപ്പോൾ ജാമിൻ്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പം നമ്മൾ 2-3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുക. കുറച്ചും കൂടെ വേണമെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുക. ക്രഷൊക്കെ ചേർക്കുമ്പോൾ നല്ല കളറുണ്ടാവും. ഇപ്പോൾ ജാം ചേർത്തുകൊണ്ട് അധികം കളറില്ല. നമുക്ക് വേണമെങ്കിൽ ഇതിലോട്ട് ഫുഡ് കളറൊക്കെ ചേർത്ത് കൊടുക്കാം. കടയിലൊക്കെ ആകുമ്പോൾ അങ്ങനെ ചെയ്യും. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഫുഡ് കളറൊന്നും ചേർക്കണ്ട. കുറച്ചും കൂടെ കളർ കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ സ്ട്രോബെറി ഉള്ളതുകൊണ്ട് അത് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് അരച്ചെടുത്തതിന് ശേഷം ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ സ്ട്രോബെറി അരച്ചെടുത്തപ്പോൾ പഞ്ചസാരയും കൂടെ ചേർത്തിട്ടാണ് അരച്ചെടുത്തത്. അപ്പോൾ നിങ്ങളിപ്പോൾ ജാം മാത്രമാണ് ചേർക്കുന്നതെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിന് നല്ല മധുരം ഉണ്ടെങ്കിലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഫ്രൂട്ട് യോഗർട്ടാണ് വാങ്ങുന്നതെങ്കിൽ ഈ സ്റ്റെപ്പ് നമുക്ക് ഒഴിവാക്കാം. ഡയറക്റ്റ് അത് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം കേട്ടോ. ഇനി നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരെണ്ണമാണ്. ഞാനൊരു പ്ലാസ്റ്റിക് കുപ്പിയുടെ മോൾ ഭാഗവും താഴ്ഭാഗവും കട്ട് ചെയ്ത് കളഞ്ഞതാണ്. അപ്പോൾ അത് ഇതുപോലെ ആയി കിട്ടും. അല്ലെങ്കിൽ ഡിസ്പോസിബിൾ ഗ്ലാസ് ഉണ്ടാവുമല്ലോ, അതിൻ്റെ താഴ്ഭാഗം അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ സാധാരണ കുപ്പി ഗ്ലാസ്സോ വല്ലതും എടുത്താലും മതി. നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം കമിഴ്ത്തി വെച്ചിട്ട് മുകളിലോട്ട് എടുത്താൽ മതി. ഇനി നമുക്ക് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് കുറച്ച് ഓട്സ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിൽ കോൺഫ്ലെക്സ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ്. ഇതിൻ്റെ മുകളിലോട്ട് യോഗർട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഐസ്ക്രീമാണ്. നല്ല കട്ടിയായിട്ടിരിക്കുന്ന ഐസ്ക്രീം അല്ല. ഞാൻ ഫ്രീസറിൽ നിന്ന് ഒരു 2 മണിക്കൂർ മുന്നേ താഴോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ ഇരുന്നാൽ മാത്രമേ നമ്മളിത് പൊക്കി എടുക്കുമ്പോൾ ഒഴുകി വരുള്ളൂ. അപ്പോൾ ഐസ്ക്രീം എടുക്കുമ്പോൾ നമ്മൾ വാനില ഫ്ലേവറുള്ള ഐസ്ക്രീം മാത്രം എടുക്കുക കേട്ടോ. വേറെ ഒന്നും ചേർത്താൽ അധികം ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഐസ്ക്രീമിൻ്റെ മുകളിലോട്ട് വീണ്ടും ഓട്സ് ഇട്ട് കൊടുക്കുക, കോൺഫ്ലെക്സ് ഇട്ട് കൊടുക്കുക, ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുക, ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുക, യോഗർട്ട് വെച്ച് കൊടുക്കുക. ഏറ്റവും മുകളിൽ ഐസ്ക്രീം വരണം.
ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയും കൂടെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ ഇത് തയ്യാറായി. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് പതുക്കെ മുകളിലോട്ട് പൊക്കിയെടുക്കണം. അപ്പോൾ കണ്ടില്ലേ എന്ത് രസമാണ് വന്ന് വീഴുന്നത് കാണാൻ. അപ്പോൾ നമ്മുടെ ബെറിയപ്പ് തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, നല്ല ഹെൽത്തിയാണ്. ഓട്സും കോൺഫ്ലെക്സും ഫ്രൂട്ട്സും യോഗർട്ടൊക്കെ ചേർക്കുന്നതല്ലേ, കുട്ടികളും ഇത് കഴിച്ചോളും. ഇത് ഒരെണ്ണം കഴിച്ചാൽ തന്നെ വയറ് ഫുള്ളാവും കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.